إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മാഇദ 13-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലുകളിൽ നിന്നും വാങ്ങിയ കരാറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഫലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉറപ്പ്, അതായത് കരാർ വാങ്ങിയിട്ടുണ്ട്. വബഅസ്നാ മിൻഹും, അവരിൽ നിന്നും നിയോഗിച്ചു 12 നേതാക്കളെ അവർക്ക് വേണ്ടി നിയമിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 12 സന്താനങ്ങൾ, അവർ 12 ഗോത്രങ്ങളായി പിരിഞ്ഞവർക്കൊക്കെയും ഓരോ നേതാക്കന്മാരെ അല്ലാഹ് നിയോഗിച്ചു. വഖാലല്ലാഹു, അല്ലാഹ് പറഞ്ഞു, ഇന്നി മഅകും, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ലൈനഖംതുമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയാണെങ്കിൽ, വആതൈതുമുസ് സകാത്ത, നിങ്ങൾ സകാത്ത് കൊടുത്തു വീട്ടുകയാണെങ്കിൽ, വആമൻതും ബിറുസുലി, എന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, വഅസ്സർതുമൂഹും, അവരെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, വഅഖറൽതുമുല്ലാഹ ഖർളൻ ഹസനൻ, അല്ലാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സാധുക്കൾക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ, ലൗ കഫറൻകും സയ്യാത്തിക്കും, നിങ്ങളുടെ ദോഷങ്ങൾ, നിങ്ങളെ തൊട്ട് നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മറച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്ത് നൽകും. വഅദ്ഖലന്നകും, നിങ്ങളെ പ്രവേശിപ്പിക്കും. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആ സ്വർഗ്ഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഫമൻ കഫറ ബഅദ ദാലിക, അതിനുശേഷം ആരെങ്കിലും അവിശ്വസിക്കുകയാണെങ്കിൽ, മിൻകും, നിങ്ങളിൽ നിന്നും, ഫഖദ് വല്ല സവാഅസ്സബീൽ, അവൻ ആ നേരായ മാർഗം പിഴച്ചുപോയിരിക്കുന്നു എന്ന് സത്യമാർഗം എന്താണെന്നുള്ള വിശദീകരിച്ചു കൊടുത്തു. ഇനി ആരെങ്കിലും അതിൽ നിന്നും തെറ്റിപ്പോകുകയാണെങ്കിൽ അവൻ വഴിദൂരം, അവൻ വഴിപിഴച്ചു പോയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ അവസാനം വിശദീകരിക്കുന്നത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.